വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ വഴികളിൽ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. 9 ദിവസത്തെ നീണ്ട ആക്രമണ പരമ്പരകൾക്കൊടുവിൽ ഇസ്രായേലി സൈന്യം കിഴക്കൻ ഖാൻ നിന്നും തൽക്കാലത്തേക്ക് പിൻവാങ്ങി. ഗസയിലെ സിവിൽ ഡിഫൻസ് വിഭാഗം പറയുന്നത് ഖാൻ യൂണിസിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിന് ശേഷം 300-ലധികം ഡെഡ് ബോഡികളാണ് അവർ കണ്ടെടുത്തത് എന്നാണ്. നൂറുകണക്കിന് ആളുകൾ ഇനിയും മിസ്സിംഗ് ആണ്. ഇതിനു പുറമെ കിഴക്കൻ ഖാൻ യൂണിസിൽ നിന്നും 2 ലക്ഷത്തിലധികം ആളുകളെയാണ് ആട്ടിയോടിക്കപ്പെട്ടിട്ടുള്ളത്. ആട്ടിയോടിക്കപ്പെട്ടവർ തിരിച്ചു വന്നപ്പോൾ കാണാനായത് തങ്ങളുടെ വീടും കൂടും നിന്നിടത്ത് ചിതറിക്കിടക്കുന്ന കുറെ ചുടുകട്ടകൾ മാത്രമാണ്. ഇസ്രായേലികളുടെ അഴിഞ്ഞാട്ടത്തിൽ ഫലസ്തീനികളുടെ കൂടും കുടുംബവും മാത്രമല്ല തകർക്കപ്പെട്ടത്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്തിനേറെ, ഇസ്രായേലികളുടെ ശ്മശാന ഭൂമികൾ പോലും ഉഴുതുമറിക്കാൻ മറക്കാതെയാണ് ഇസ്രായേലികൾ കടന്നുപോയത്. നല്ല നല്ല ഭവനങ്ങളിൽ അന്തിയുറങ്ങിയിരുന്ന ഫലസ്തീനികളാണ് തെരുവോരത്തും അടുക്കുചാനകൾക്ക് അരികിലും ചപ്പുചവറ കൂനകൾക്ക് മുകളിലും അന്തിയുറങ്ങുന്നത്. നല്ല നല്ല ഭക്ഷണം കഴിച്ചിരുന്ന ഫലസ്തീനികളാണ് ഒരു പൊതിച്ചോറിന് വേണ്ടി വിശപ്പ് സഹിച്ച് കാത്തുകെട്ടിക്കിടക്കുന്നത്. ഇന്നും അൽ ബുറൈജ് അഭയാർത്ഥി കേന്ദ്രത്തിലെ 2 വീടുകൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 12-ലധികം ഫലസ്തീനികളാണ്. മാസങ്ങളായി വൃത്തിഹീനമായ ചുറ്റുപാടുകൾ ജീവിക്കേണ്ടി വന്ന ഫലസ്തീൻ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പരുക്കളും വ്രണങ്ങളും നിറയെ രൂപപ്പെട്ടിട്ടുണ്ട്. ഫലസ്തീനികൾ പലരും രാത്രി ഉറങ്ങുന്നത് അഴുക്കുചാലകൾക്കരികിലാണ്. അതുപോലെ തന്നെ കച്ചറകൾക്ക് മുകളിലും കച്ചകൾ കൂട്ടിയിരിക്കുന്ന കൂനകൾക്ക് മുകളിലും. ഐക്യരാഷ്ട്രസഭ പറയുന്നത് ഗസൻ അഭയാർത്ഥികളിൽ മഞ്ഞപ്പിത്തം വളരെയധികം പടർന്നു പിടിച്ചിട്ടുണ്ട് എന്നാണ്. മാത്രമല്ല അതുപോലെയുള്ള മാരകമായ രോഗങ്ങളും. ഓരോ ദിവസവും രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ, പ്രക്ഷോഭകർ നഗവ് മരുഭൂമിയിലെ ഇസ്രായേൽ പട്ടാള ക്യാമ്പിലേക്ക് ഇരച്ചു കയറി. ഫലസ്തീൻ തടവുകാരെ പീഡിപ്പിച്ചതിൽ കുറ്റാരോപിതരായ പട്ടാളക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധക്കാരുടെ അരങ്ങേറ്റം. ലൈംഗിക അതിക്രമം ആരോപിച്ച് 9 ഇസ്രായേലി റിസർവിസ്റ്റുകളെ തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തിരുന്നു. ഹമാസിന്റെ തടവുകളിൽ നിന്ന് മോചിതരായ ഇസ്രായേലി തടവുകാരും തന്നെ അവർ ലൈംഗികപരമായി പീഡിപ്പിക്കപ്പെട്ടതായി ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഒരു വിദേശ മാധ്യമങ്ങളിലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നാം കണ്ടിട്ടില്ല. അതേസമയം ഇസ്രായേലിൽ കഴിയുന്ന ഫലസ്തീൻകാരെ ഇസ്രായേൽ പലവിധത്തിലും ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ഹിസ്ബുല്ല സംഘർഷം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഹിസ്ബുല്ല നേതാവ് പറഞ്ഞത് ഇപ്രകാരമാണ്: ലബനോനിൽ ഇസ്രായേൽ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ലബനോനിൽ നിന്ന് ശക്തമായ തിരിച്ചടിയുണ്ടാകും. അത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ആണെങ്കിൽ പോലും. ഗോലാൻ കുന്നുകളിൽ നടന്ന ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടതിൽ ഇസ്രായേൽ വളരെ രൂക്ഷമായി തന്നെ ഹിസ്ബുള്ളയെ കുറ്റപ്പെടുത്തിയിരുന്നു, ആക്ഷേപിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും ഹിസ്ബുള്ള ആക്രമണം നിഷേധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനിടയിലാണ് നെതന്യാഹു കടുത്ത നടപടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുന്നത്. അതിനെതിരെയായിരുന്നു ഹിസ്ബുള്ള നേതാവിന്റെ പ്രതികരണം. അതേസമയം ലബനൻ ജനത വളരെയധികം ഭയചകിതരാണ്. ജനങ്ങൾ സാഹചര്യങ്ങൾ വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഏതു നിമിഷവും ഒരു ആക്രമണം ഉണ്ടാകാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ യുദ്ധ സാഹചര്യം വർദ്ധിക്കുമോ കുറയുമോ എന്ന അങ്കലാപ്പിലാണ് ജനങ്ങൾ. ബൈറൂത്തിലെ ഏക ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പ്രവർത്തനം താറുമാറിലായ മട്ടിലാണ്. ചില അന്താരാഷ്ട്ര സർവീസുകൾ വിമാന കമ്പനികൾ തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളുടെ എംബസികളും തങ്ങളുടെ പൗരന്മാരോട് ഒരു എസ്കലേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് നാട് വിടുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, ലബനൻ വിടുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പരിഭ്രാന്തിയോ കൂട്ടൊഴിഞ്ഞുപോക്കോ ലബനനിൽ കാണുന്നില്ല. ലബനൻ ഭരണകൂടത്തിന് ഹിസ്ബുള്ള ഇസ്രായേൽ സംഘർഷങ്ങളിൽ നേരിട്ട് പങ്കില്ല എങ്കിലും അവർ പിൻവാതിൽ ചർച്ചയിലൂടെ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ഹൃദയഭൂമിയായ ബൈറൂത്ത് എന്തായാലും ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ലബനനിലെ ധാരാളം ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള എയർപോർട്ട് ആക്രമിക്കുമെന്നും ജനങ്ങൾ വിശ്വസിക്കുന്നു. എയർപോർട്ട് ആക്രമിക്കുന്നതിനുള്ള ജനങ്ങൾ കാണുന്ന കാരണം ഇസ്രായേൽ കണക്കൂട്ടുന്നത് എയർപോർട്ടുകൾ ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രമാണെന്നുള്ളതാണ്.
ലബന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയോ സിവിലിയന്മാരെയോ തലസ്ഥാനത്തെയോ ആക്രമിക്കാതെ സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി ചില വിദേശ പ്രതിനിധികൾ ശ്രമിക്കുന്നുണ്ടെന്ന് ഹിസ്ബുള്ളയുടെ ചില അംഗങ്ങൾ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണ ഭീഷണിക്കെതിരെ ഹിസ്ബുള്ള പ്രതികരിച്ചത് ഇസ്രായേലിന്റെ ആക്രമണം നിയന്ത്രിതമോ അനിയന്ത്രിതമോ ആയാൽ പോലും അതിന് അതേ അളവിൽ തന്നെ ലബനൻ ഹിസ്ബുള്ള തിരിച്ചടിക്കുമെന്നാണ്. ഇസ്രായേലിന്റെ ഏതൊരു ആക്രമണത്തിനും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന ഹസൻ നസ്രുള്ളയുടെ വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയും നീണ്ട കാലത്തെ ശത്രുക്കളാണ്. അവർക്ക് പരസ്പരം നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏതു മാർഗം സ്വീകരിക്കണമെന്ന് അവർ തിരഞ്ഞെടുക്കാനും അവർക്കറിയാം. അതേസമയം ഇസ്രായേലിന്റെ വടക്കൻ സെറ്റിൽമെന്റിൽ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ വീണ്ടും ഒരു ഇസ്രായേലി കൂടി കൊല്ലപ്പെട്ടു. ലബനനിൽ നിന്നും അധിനിവേശ ഗോലാൻ കുന്നുകളുടെ തൊട്ടടുത്തുള്ള ഇസ്രായേൽ സെറ്റിൽമെന്റുകളിലേക്കാണ് 10ഓളം റോക്കറ്റുകൾ ഹിസ്ബുള്ള അയച്ചത്. അതിൽ ഒന്ന് വീണാണ് ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെട്ടതും 3 പേർക്ക് പരിക്കേറ്റതും. ഇസ്രായേലി മിലിറ്ററി പറയുന്നത് ലബനനിൽ നിന്ന് അയച്ച 10 റോക്കറ്റുകളിൽ ഒന്ന് കിബുത്ത് ഹിഗർസ്ട്രീം എന്ന സെറ്റിൽമെന്റിൽ പതിച്ചാണ് ഒരാൾ കൊല്ലപ്പെട്ടത് എന്നാണ്. ഈ സെറ്റിൽമെന്റ് അധിനിവേശ ഗോലാൻ കുന്നിന് അടുത്തു തന്നെയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് വിധേയമായ ഇസ്രായേലിയുടെ സെറ്റിൽമെന്റ് കാര്യമായ കേടുപാടുകൾ, കാര്യമായ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റൊരു റോക്കറ്റ് ഷഹൽ ബറ്റാലിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സും തകർത്തിട്ടുണ്ട്.